ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന വിരുന്നിൽ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, ബിഷപ്പുമാരായ അനിൽ കുട്ടോ കുര്യാക്കോസ് ഭരണികുളങ്ങര, പോൾ സ്വരൂപ് തുടങ്ങി വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ജോയ ലുക്കാസ്, അഞ്ജു ബോബി ജോർജ് തുടങ്ങി കലാ, കായിക, സാംസ്കാരിക, വ്യവസായിക രംഗത്തുള്ളവരും വിരുന്നിനെത്തി. അതിഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത വർഷം മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമെന്നും അറിയിച്ചു. മാർപ്പാപ്പയെ കാണാൻ കഴിഞ്ഞത് ജീവിതത്തിലെ അസുലഭ നിമിഷമെന്നും മോദി വിരുന്നിൽ പറഞ്ഞു. कुछ ही वर्ष पहले मुझे द होली पोप से मिलने का भी सौभाग्य मिला था. वो वाकई मेरे लिए बहुत ही यादगार पल था. साथियों, क्रिसमस के इस अवसर पर मैं देश के लिए, क्रिश्चियन कम्युनिटी के लिए एक बात जरूर योगदान करूंगा कि आपके योगदान को भारत गर्व से स्वीकार करता है. समाज सेवा में क्रिश्चियन कम्युनिटी बढ़ चढ़कर हिस्सा लेती है और आपकी कम्युनिटी गरीबों और वंचितों की सेवा के लिए हमेशा आगे रहती है. मैं क्रिश्चियन कम्युनिटी के लोकल के लिए और वोकल बनने के लिए आप सबका मार्गदर्शन को मिलता रहे, ये मैं जरूर आग्रह करूंगा. A very good morning, Honorable Prime Minister and all esteemed guests. Merry Christmas to you all. As a sports person, sir, I was here for almost 25 years, and what I'm seeing then and now, a lot of changes. When I got India's first global medal 20 years back, even my department was not ready to give a promotion. They were saying it's not in there. But after when Neeraj got a medal, I have seen the changes, sir. A lot of changes, the way how we are celebrating, how you are celebrating, sir, and how all India is celebrated. Actually, I'm envy with them because I was in a wrong era. Through Khelo India project, through Fit India project, everywhere now sports is a talk. And India is now ready to accept the fitness, ready to do sports, and everybody is actually celebrating our victory. And our Indian sports person, they are doing really well in international arena. It was just during our time 1 or 2 athletes, but now it's a bunch of athletes. It's because of your leadership, sir. And women empowerment, it's not a talk now, it's just not a word. Every Indian girl is ready to dream, and they know their dreams will come true one day. And it was a dream come true, sir, when you announced 36 Olympics we are willing to host. We already started preparation, we already started meeting for that, and I'm ready to witness that big glory. India will be on the top of the world, sir. Thank you very much. Merry Christmas. കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഒസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവ് മാർപ്പാപ്പ ഭാരതത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സെക്കൻഡ് പാർട്ട് ഓഫ് 2024 ഓർ ദി ഫസ്റ്റ് പാർട്ട് ഓഫ് 25 തീർച്ചയായിട്ടും മാർപ്പാപ്പയെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും വരും എന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം ഒരു ഉറപ്പ് പറയുക തന്നെയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് സംസാരിച്ചത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഒരു പുതിയ സമീപനത്തിനും ഒരു പുതിയ ബന്ധത്തിനും ഇത് കാരണമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ചർച്ചയായിട്ടില്ല. ഒരു രാഷ്ട്രീയ വിഷയവും ചർച്ചാ വിഷയമായില്ല. എന്നാൽ വ്യക്തിബന്ധങ്ങള്, സമൂഹവുമായിട്ടുള്ളതായ ബന്ധത്തിന് കൂടുതൽ ആക്കം നൽകുന്ന ഒരു ഈവന്റ് ആയിരുന്നു ഇത്. അങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു പ്രഖ്യാപനമൊന്നും നടത്തിയില്ല. എന്നാൽ പൊതുവെ വളരെ സ്നേഹനിർഭരമായ ഒരു അന്തരീക്ഷമാണ് ഈ മീറ്റിംഗില് ഉടനീളം ഉണ്ടായിരുന്നത്. കൂടിക്കാഴ്ചകൾ തുടരുമെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനിടെ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലെത്തി മതമേലധ്യക്ഷന്മാരെ കണ്ടു. വിവരങ്ങളുമായി എം ജി മിഥുൻ നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു. മിഥുൻ,
ഏത് രീതിയിലുള്ള പങ്കാളിത്തമാണ് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രി സംഘടിപ്പിച്ച വിരുന്നിൽ ഉറപ്പാക്കാൻ കഴിഞ്ഞത്? രാഷ്ട്രീയം ചർച്ചയായില്ല എന്ന് പറയുമ്പോഴും കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക്, മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തിയുള്ള ഒരു നിലപാടിലേക്ക് കടക്കുകയാണ് സർക്കാർ എന്ന് ഉറപ്പാക്കാൻ ഉള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അത് ഏത് രീതിയിലുള്ള പ്രതികരണമാണ് ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? അപർണ, ഈ ഒരു വിരുന്നിലൂടെ ലക്ഷ്യം വെച്ചിരുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ മണിപ്പൂർ കലാപത്തിലൂടെ ക്രൈസ്തവ സമുദായത്തിലുണ്ടായിട്ടുള്ള മുറമുടക്കാൻ കൂടി ഈ ഒരു മോദിയുടെ ശ്രമം, അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള വിരുന്ന് നടത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ക്രൈസ്തവ സമൂഹങ്ങളെ ഉൾപ്പെടെയുള്ളവരെ ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു ക്രിസ്മസ് വിരുന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് നടക്കുകയും ചെയ്യുന്നത്. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം താനും. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ ചർച്ചയായില്ല. അതായത് മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടില്ല എന്ന് തന്നെയാണ് പിന്നീട് ഈ ചർച്ചയ്ക്ക്, അതായത് ഈ ഒരു വിരുന്നിന് ശേഷം പുറത്തു വന്ന അഞ്ജു ബോബി ജോർജ് ഉൾപ്പെടെയുള്ള പിന്നീടുള്ള സഭാ മേലധ്യക്ഷന്മാരെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ കൃത്യമായ രാഷ്ട്രീയ മാനം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വിരുന്ന് സംഘടിപ്പിക്കാൻ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും തീരുമാനിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അത് ഒരു തരത്തിൽ വിജയം കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് സഭാ മേലധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്ന് കണ്ടത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കേരളം, ഒപ്പം തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള സഭാ മേലധ്യക്ഷന്മാരും, ഒപ്പം തന്നെ അതിൽ ആ മേഖലകളിലുള്ള പ്രധാനപ്പെട്ട വ്യവസായ രംഗത്ത് നിന്നായോ അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ നിന്നായിട്ടുള്ള പ്രമുഖരെയാണ് അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തത്. അത്തരത്തിൽ 60ഓളം പേരാണ് ഈ ഒരു വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തത്. അതിൽ ഈ ഒരു ക്രിസ്ത്യൻ സമൂഹത്തെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി BJP കേരളത്തിൽ തന്നെ സംസ്ഥാനത്തിലുടനീളം സ്നേഹയാത്ര അടക്കമുള്ളവ നടത്തുന്ന ഒരു വേളയിൽ കൂടിയാണ് ഈ ഒരു നിർണായക വിരുന്നൊരുക്കിയതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ചിൽ JP നദ്ദ സന്ദർശനം നടത്തിയത് ഈ ഒരു വിരുന്ന് നടക്കുമ്പോൾ തന്നെയാണ്. അവിടെ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. നേരത്തെ ഈസ്റ്റർ ദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആ പള്ളിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്രതീക്ഷിതമായി സന്ദർശനം നടത്തുകയും മേലധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വിരുന്ന് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനമായും അവർ എടുത്തു പറയുന്ന ഒരു കാര്യം, പ്രധാനമന്ത്രി ഈ ഒരു ചർച്ചയിൽ ഉറപ്പിച്ചു പറയുന്ന കാര്യം, അടുത്ത വർഷം, അതായത് 2024 പകുതിയോടുകൂടിയോ അല്ലെങ്കിൽ 2025 ആദ്യമോ മാർപ്പാപ്പ ഇന്ത്യയിൽ എത്തുമെന്നുള്ള കാര്യമാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഈ ഒരു കൂടിക്കാഴ്ചയിൽ. അതിൽ കേരളത്തിൽ മാർപ്പാപ്പ സന്ദർശനം നടത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ മാനം കൂടി ഇതിലുണ്ട്. കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ നേടുക, അല്ലെങ്കിൽ BJPക്ക് വേറുറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യം നേരത്തെ ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ ഭാഗമായി കൂടി തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉറപ്പ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് തന്നെയാണ് കരുതേണ്ടത്. MG മിഥുൻ വിവരങ്ങൾ നൽകിയത്. ക്രിസ്മസ് ആഘോഷിച്ച് ലോകം. ഇന്ന് ക്രിസ്മസ്. യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷത്തിലാണ് ലോകം. സഹനത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചു പറയലാണ് ഈ ദിവസം. വീട്ടുനക്ഷത്രങ്ങൾ വിശ്രമിക്കുന്നു, കരോൾ ഗാനം നേർത്തലിയുന്നു, തിരുപ്പിറവിയുടെ രാവ് മാഞ്ഞു. പക്ഷേ പുൽക്കൂടുകൾ എപ്പോഴും പൂത്തുനിൽപ്പാണ്. കാരണം ആഘോഷത്തിന്റെ പകലാണിത്. ത്യാഗത്തിന്റെ സന്ദേശം അടിവരയിട്ട് അടയാളപ്പെടുത്തുന്നു നമ്മൾ. വിശുദ്ധ ക്രിസ്മസ് ദിനം. സ്നേഹത്തിന്റെ കാഹളം, സഹനത്തിന്റെ വിളംബരം, നിറഞ്ഞു പരന്നൊഴുകുന്നുണ്ട് സമാധാനം. സമ്മാനം പൊതിഞ്ഞ വർണ്ണക്കടലാസുകൾ ബാക്കിയായ ചുവന്ന കൂടയും തോളിലിട്ട് നോക്കി നിൽക്കുന്നുണ്ടാകും സാന്താക്ലോസ്. Dashing through the snow on a one-horse open sleigh, over the fields we go, laughing all the way. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse
ഒത്തുചേരലാണ്, പങ്കുവെക്കലാണ് പ്രധാനം. വരൂ ആഘോഷിക്കാം. ഏവർക്കും ന്യൂസ് 18 ക്രിസ്മസ് ആശംസകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ വേദന പങ്കുവച്ചായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്രിസ്മസ് സന്ദേശം. യേശു ജനിച്ച മണ്ണിൽ യേശുവിന്റെ സമാധാന സന്ദേശം മുങ്ങിപ്പോകുകയാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലും പാതിരാ കുർബാന നടന്നു. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ലോകം. ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളുമായി വിശ്വാസികൾ ഒത്തുചേർന്നു. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇസ്രയേൽ ഹമാസ് യുദ്ധം പരാമർശിച്ചായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്രിസ്മസ് സന്ദേശം. യേശു ജനിച്ച മണ്ണിൽ യേശുവിന്റെ സമാധാന സന്ദേശം മുങ്ങിപ്പോവുകയാണ്. യുദ്ധത്തിന്റെ ഇരകൾക്കായി പ്രാർത്ഥിക്കുന്നതായും ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു. Il nostro cuore stasera è a Betlemme, dove ancora il principe della pace viene refutato dalla logica perdente della guerra. സുവിശേഷ വായനയ്ക്ക് ശേഷം തിരുപ്പിറവി അറിയിച്ച് പള്ളിമണികൾ മുഴങ്ങി. പദവി ഏറ്റെടുത്ത ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 11ാമത് ക്രിസ്മസ് സന്ദേശമായിരുന്നു ഇത്തവണത്തേത്. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലും പാതിരാ കുർബാന നടന്നു. സിറോ മലബാർ സഭാ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ നടന്ന തിരുപ്പിറവി കുർബാനയ്ക്ക് സഭാ അഡ്മിനിസ്ട്രേറ്റർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ കാർമ്മികത്വം വഹിച്ചു. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി. ഓർത്തഡോക്സ് സഭാ ആസ്ഥാനമായ ദേവലോകം അരമനയിൽ ബസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ഭാവയുടെ നേതൃത്വത്തിലായിരുന്നു ക്രിസ്മസ് ശുശ്രൂഷ. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പാതിരാ കുർബാന അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ക്രിസ്മസ് സമ്മാനവുമായി വൈദികർ പാണക്കാടെത്തി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തിയ സംഘത്തെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ചേർന്ന് സ്വീകരിച്ചു. ക്രിസ്മസ് മധുരം പങ്കിട്ടാണ് വൈദിക സംഘം മടങ്ങിയത്. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അടുക്കിലേക്ക് ഓരോ ക്രിസ്മസ് കാലത്തും വൈദികർ പതിവായി എത്തിയിരുന്നു. ഹൈദരലി തങ്ങളുടെ കാലത്തും അത് തുടർന്നു. മലപ്പുറം സെയിന്റ് തോമസ് ചർച്ച് വികാരി മാത്യു നിരപ്പേൽ,
കൊണ്ടോട്ടി സെയിന്റ് പോൾ ചർച്ച് വികാരി സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ ഫാദർ തോമസ് ജോസഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് ക്രിസ്മസ് മധുരവുമായി പതിവ് തെറ്റിക്കാതെ ഇത്തവണയും പാണക്കാടെത്തിയത്. ആചാരങ്ങൾ വ്യത്യസ്തമെങ്കിലും സ്നേഹത്തിന്റെ കൂട്ടായ്മകൾ കാത്തുസൂക്ഷിക്കണമെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. നമ്മളിവിടെ ഒരു ബഹുസ്വര സമൂഹമാണ്. ആ ബഹുസ്വര സമൂഹത്തിൽ എപ്പോഴും ഐക്യമാണ് ആവശ്യമായിട്ടുള്ളത്. അത് ജനാധിപത്യത്തെ നമുക്ക് ശക്തിപ്പെടുത്തണം, മതേതരത്തെ ശക്തിപ്പെടുത്തണം, നമ്മുടെ ഭരണഘടനയെ ശക്തിപ്പെടുത്തണം. അപ്പോഴേ രാജ്യം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളൊക്കെ നമ്മൾ നടത്തുമ്പോഴും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ആ ഒരു കൂട്ടായ്മ എപ്പോഴും നമുക്ക് കാത്തുസൂക്ഷിക്കണം. അതിൻ്റെയൊക്കെ വെളിച്ചത് തന്നെയാണ് അച്ഛന്മാരിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ പരിസര പ്രദേശത്തുള്ള എല്ലാ പള്ളികളിൽ നിന്നും സൗഹൃദം പങ്കിടാൻ വേണ്ടി ഈ വേളയിൽ അവിടുത്തെ ഫാദേഴ്സൊക്കെ വരാറുണ്ട്. അത് തന്നെയാണ് ഇന്നും സംഭവിച്ചത്. കേരളം ഇന്ത്യക്ക് ഒരു മാതൃകയാണ്. ഇന്ത്യക്ക് എപ്പോഴും ഒരു മാതൃകയായി നിൽക്കുന്ന സ്റ്റേറ്റ് ആയിരിക്കണം കേരളം. അതുതന്നെയാണ് മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ്. ക്രിസ്മസ് സന്ദേശം പങ്കുവയ്ക്കുകയാണ് ഈ കൂട്ടായ്മയെന്ന് ഫാദർ മാത്യു നിരപ്പേൽ. ക്രിസ്തുമസിൻ്റെ സന്ദേശം സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് ക്രിസ്തുമസ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ, മതസൗഹാർദ്ദ കൂട്ടായ്മകൾ എപ്പോഴും സ്നേഹത്തിന് നമ്മളെ ഒരുമിപ്പിക്കുന്നതാണ്. ന്യൂസ് 18 മലപ്പുറം. ക്രിസ്മസിന് ഇത്തവണയും ബെവ്കോയിൽ റെക്കോർഡ് മദ്യവിൽപ്പന. ഡിസംബർ 22 മുതൽ 24 വരെയുള്ള 3 ദിവസം കൊണ്ട് ബെവ്ക ഔട്ട്ലെറ്റ് വഴി വിറ്റത് 154,77 ലക്ഷം രൂപയുടെ മദ്യമാണ്. ഇന്നലെ മാത്രം 70,73 ലക്ഷം രൂപയുടെ മദ്യവിൽപ്പന നടന്നു. ക്രിസ്മസ് തലേന്ന് റെക്കോർഡ് വിൽപ്പന ചാലക്കുടിയിലാണ്. 63.85 ലക്ഷം രൂപയുടെ മദ്യമാണ് ചാലക്കുടിയിൽ വിറ്റത്. വിൽപ്പനയിൽ രണ്ടാമത് ചങ്ങനാശ്ശേരിയും ഇരിങ്ങാലക്കുട മൂന്നാമതുമാണ്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക malayalam.news18.com. കളിപ്പാട്ടം ഇന്ന് ഒത്തുചേരലാണ്, പങ്കുവയ്ക്കലാണ് പ്രധാനം. വരൂ ആഘോഷിക്കാം. ഏവർക്കും ന്യൂസ് 18 ക്രിസ്മസ് ആശംസകൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലും പാതിര കുർബാന നടന്നു. സിറോ മലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെയിന്റ് തോമസിൽ നടന്ന തിരുപ്പിറവിക്ക് കുർബാനയ്ക്ക് സഭാ അഡ്മിനിസ്ട്രേറ്റർ സെബാസ്റ്റ്യൻ വാണിപുരയ്ക്കൽ കാർമ്മികത്വം വഹിച്ചു. എറണാകുളം സെയിന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി. ഓർത്തഡോക്സ് സഭാ ആസ്ഥാനമായ ദേവലോകം അരമനയിൽ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലായിരുന്നു ക്രിസ്തുമസ് ശുശ്രൂഷ. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെനറ്റോ പാതിര കുർബാന അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇന്ന് ക്രിസ്മസ് വിരുന്ന്. മതമേലധ്യക്ഷന്മാർക്കും ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രതിനിധികൾക്കുമായാണ് ക്രിസ്മസ് വിരുന്ന്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് വിരുന്നൊരുക്കുന്നത്. വിരുന്നിൽ മതമേലധ്യക്ഷന്മാർ പങ്കെടുക്കും. തിരുപ്പിറവിയുടെ സ്മരണയിൽ സ്നേഹക്കൂട്ടായ്മയിലൂടെ ഒരു ക്രിസ്തുഗീതം. BJP നേതാവ് കൂടിയായ CG രാജഗോപാലാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. KCBC മീഡിയ കമ്മീഷന്റെ സഹകരണത്തോടുകൂടിയാണ് ഗാനം പുറത്തിറങ്ങുന്നത്. സ്നേഹസ്വരൂപനാം ജീവനാഥ നിൻ കൃപ ചൊരിയണമേ. ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമല ഭക്തർക്ക് അടിയന്തരമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി. കോട്ടയം
പാല, പൊൻകുന്നം അടക്കമുള്ള സ്ഥലങ്ങളിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഭക്തർക്ക് അടിയന്തരമായി സൗകര്യങ്ങൾ ഒരുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. അവധി ദിനത്തിൽ ശബരിമലയിലെ തിരക്ക് സംബന്ധിച്ച് സ്പെഷ്യൽ സിറ്റിംഗ് നടത്തിയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, കൂടുതൽ തിരക്കിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധി ഭക്തജനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ഉറപ്പ് വരുത്തണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നു. ഏതെല്ലാം രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, ഏതെല്ലാം രീതിയിൽ സർക്കാർ ഇടപെടണം, പോലീസ് ഇടപെടണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശബരിമലയിൽ നിയന്ത്രിക്കുന്നതിനേക്കാൾ അധികം തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ശബരിമലയിലെ ഈ ഒരു ഹർജി പരിഗണിക്കുമ്പോൾ ഇന്ന് അവധി ദിവസമായതിൽ കൂടി പ്രത്യേക സിറ്റിംഗ് നടത്തി ഹൈക്കോടതി സർക്കാരിനോട് ചോദിക്കുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് കോടതി സർക്കാരിനോട് ചോദിച്ചത്. ഈ പൊൻകുന്നത്ത് ഭാഗത്ത് അടക്കം 14 മണിക്കൂറാണ് ഭക്തജനങ്ങൾ ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതെ കുടുങ്ങിക്കിടക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പാലാ പൊൻകുന്നം ഭാഗത്തുള്ളവർക്ക് അടിയന്തരമായി സേവനം ലഭ്യമാക്കണം, അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം നടത്തി കൊടുക്കണം. ആവശ്യമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി ഇടപെട്ടുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഈ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാതെ എത്തുന്ന സന്ദർശനം നടത്തുന്നവർ കാരണവും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അടക്കം അതെങ്ങനെ പരിഹരിക്കുമെന്ന് കൂടി സർക്കാർ ആലോചിക്കണമെന്നും ഹൈക്കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റൈറ്റ്, നവമി ദിനേശ് വിവരങ്ങൾ നൽകി. ശബരിമലയിൽ തീർത്ഥാടകരുടെ വലിയ തിരക്കാണ്. ക്യൂ നീലിമല വരെ നീണ്ടു. തിരക്ക് നിയന്ത്രിക്കാൻ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പാതയിൽ നിയന്ത്രണമുണ്ട്. മണ്ഡലകാലത്തെ ഏറ്റവും വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസം സന്നിധാനത്തുണ്ടായത്. പോലീസിന് കണക്കിന് 1,969,000 തീർത്ഥാടകരാണ് ഇന്നലെ 18ാം പടി കയറിയത്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്ക അങ്കി നാളെ സന്നിധാനത്തെത്തും. ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് വിവിധയിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ്. കോട്ടയം വൈക്കത്തും പാലാ പൊൻകുന്ന റോഡിലും പത്തനംതിട്ടയിലും കോന്നിയിലും നിയന്ത്രണം ഏർപ്പെടുത്തി. പലയിടങ്ങളിലും അയ്യപ്പന്മാരുടെ പ്രതിഷേധവും ഉണ്ടായി. നവകേരള സദസ്സിൽ സുരക്ഷ ഒരുക്കിയ പോലീസുകാർക്ക് പ്രത്യേക സമ്മാനം. ക്രമസമാധാന പാലനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകും. സിവിൽ പോലീസ് ഓഫീസർ മുതൽ IG വരെയുള്ളവർക്കാണ് ഗുഡ് സർവീസ് എൻട്രി. ക്രമസമാധാന വിഭാഗം ADGPയുടേതാണ് നടപടി. നവകേരള യാത്ര പോലീസിനെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒന്നായിരുന്നു. മുഖ്യമന്ത്രിയുടെ യാത്ര എന്നതിനപ്പുറത്തേക്ക് ചലിക്കുന്ന ക്യാബിനറ്റ് തന്നെയായിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര സഞ്ചരിച്ചെത്തുമ്പോൾ ഒരു അനിഷ്ട സംഭവവും ഉണ്ടാകാതെ യാത്രയെ സംരക്ഷിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമ, ആ ഉത്തരവാദിത്വം കേരള പോലീസ് വിജയകരമായി നിറവേറ്റി എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മികച്ച സേവനം കാഴ്ചവെച്ചവർക്ക് GST നൽകാനുള്ള ഉന്നതതല തീരുമാനം. അതേസമയം പോലീസ് നടപടികൾ വ്യാപകമായി വിമർശനത്തിന് ഇടയാകുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ ലോക്കൽ പോലീസ് പിടിച്ചുമാറ്റിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മുഖ്യമന്ത്രിയുടെ ഗൺമാനും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും തല്ലിച്ചതച്ചത് പോലീസ് കേസെടുക്കാത്ത സംഭവത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒടുവിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിയാകട്ടെ ആവർത്തിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു സംഭവം താൻ കണ്ടിട്ടില്ല എന്നതാണ്. വളരെ വിചിത്രമായ ഒരു വാദമായിരുന്നു മുഖ്യമന്ത്രിയുടേത്. മറ്റൊന്ന്, DGP ഓഫീസിന് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയറായ പ്രതിപക്ഷ നേതാക്കൾ അവരുടെ പ്രതിഷേധ പരിപാടി നടത്തുമ്പോൾ പ്രസംഗത്തിനിടെ തന്നെ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. ഒരു തവണയല്ല, പിന്നീട് കണ്ണീർ വാതകവും ജലപീരങ്കിയും ഉൾപ്പെടെ നേതാക്കൾക്ക് നേരെ പോലീസ് പ്രയോഗമായി വന്നു. അവിടെ ശ്വാസതടസ്സം ഉൾപ്പെടെ അനുഭവപ്പെട്ട നേതാക്കൾ കിട്ടിയ വാഹനങ്ങളിലാണ് ആശുപത്രികളിലേക്ക് പോയത്. ഒടുവിൽ KPCC പ്രസിഡന്റ് K. സുധാകരന് മുഖ്യമന്ത്രി സൈക്കോപാത്താണെന്ന് വരെ പറയേണ്ടി വന്നു. എന്നിരുന്നാൽ തന്നെയും പോലീസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ യാത്ര എത്തിയതോടുകൂടി പ്രതിപക്ഷ സംഘടനകളുടെ സമരവീര്യം കൂടുകയായിരുന്നു. അവിടെ വിവിധ പാർട്ടി പ്രവർത്തകർ തെരുവ് യുദ്ധം എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോയി. അവിടെയെല്ലാം പോലീസ് നേരിട്ടത് വലിയ വെല്ലുവിളിയാണ്. ആത്യന്തികമായി നോക്കുമ്പോൾ ഈ നവകേരള വാഹന വ്യൂഹത്തെ വളരെ സുരക്ഷിതമായി തിരുവനന്തപുരത്ത് എത്തിക്കാൻ പോലീസിന് സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച ഉദ്യോഗസ്ഥർക്ക് അംഗീകാരം നൽകാനാണ് ഉന്നതതല തീരുമാനം. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. നവകേരള സദസ്സിനെ വിമർശിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി, ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ കരിങ്കൊടി പ്രതിഷേധമുയരുന്നത് സ്വാഭാവികം. രക്ഷാപ്രവർത്തനമെന്ന പരാമർശം അപക്വമാണെന്നും മുഖ്യമന്ത്രി കുറച്ചുകൂടെ പക്വത കാണിച്ചിരുന്നെങ്കിൽ തെരുവുകളിൽ ചോര വീഴില്ലായിരുന്നുവെന്നും AK ആന്റണി പറഞ്ഞു. പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരികൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്നും ആന്റണി പറഞ്ഞു.
കേരളീയത്തിന്റെ സ്പോൺസർമാരെക്കുറിച്ച് സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുന്നു. സ്പോൺസർഷിപ്പ് കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന ലോട്ടറി ഡയറക്ടർ എബ്രഹാം റിനിനും സ്പോൺസർമാരെക്കുറിച്ച് അറിയില്ല എന്ന് വിവരാവകാശ മറുപടി. ലോട്ടറി ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് വിവരം ലഭിക്കുമെന്നായിരുന്നു നേരത്തെ ടൂറിസം ഡയറക്ടർ പറഞ്ഞത്. കേരളീയത്തിന്റെ സ്പോൺസർമാരെക്കുറിച്ചുള്ള വിവരാവകാശ ചോദ്യത്തിന് മറുപടി പറയാതെ സർക്കാർ വകുപ്പുകൾ തട്ടിക്കളിക്കുകയാണ്. ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് മറുപടിക്കായി അലയുകയാണ് വിവരാവകാശ അപേക്ഷകർ. സ്പോൺസർമാരുടെ വിവരം സ്പോൺസർഷിപ്പ് കമ്മിറ്റി കൺവീനർ കൂടിയായ ലോട്ടറി ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുമെന്നായിരുന്നു ടൂറിസം ഡയറക്ടറുടെ മറുപടി. ഇപ്പോൾ സ്പോൺസർഷിപ്പ് കമ്മിറ്റി കൺവീനറും കൈമലർത്തി. അപേക്ഷ PRDക്ക് കൈമാറിയാണ് ലോട്ടറി ഡയറക്ടർ തടി തപ്പിയത്. 27 കോടി രൂപയാണ് കേരളീയത്തിന്റെ നടത്തിപ്പിനായി സർക്കാർ ഖജനാവിൽ നിന്ന് അനുവദിച്ചത്. ബാക്കി സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുകയായിരുന്നു. ഇത് എത്ര തുകയാണ് എന്നോ ആരാണ് സ്പോൺസർമാരെന്നോ ഇതുവരെ സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പോൺസർഷിപ്പും ചെലവുകളും സംബന്ധിച്ച ദുരൂഹത വർദ്ധിക്കുകയാണ്. കേരളീയത്തിന്റെ ജനറൽ കൺവീനറായിരുന്ന ചീഫ് സെക്രട്ടറിയും സാംസ്കാരികം, വ്യവസായം, ധനം, GST കമ്മീഷണറേറ്റ് വകുപ്പുകളും വിവരാവകാശ അപേക്ഷയ്ക്ക് ഇതുവരെ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ.